ജാർഖണ്ഡ് നിയമസഭയുടെ മൺസൂൺ സമ്മേളനത്തിൽ തുടർച്ചയായ രണ്ടാം ദിവസവും പ്രതിപക്ഷ ബഹളം. ഇതിനെ തുടർന്ന് സ്പീക്കർ രവീന്ദ്ര മഹാതോ 18 ബി.ജെ.പി. എം.എൽ.എമാരെ 2 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. ആഗസ്റ്റ് 2-ന് ഉച്ചയ്ക്ക് 2 മണിവരെയാണ് എം.എൽ.എമാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ബുധനാഴ്ച ഉച്ച മുതൽ ബി.ജെ.പി. എം.എൽ.എമാർ ധർണ നടത്തുകയാണ്. സഭയുടെ നടുത്തളത്തിൽ ധർണ നടത്തിയ ബി.ജെ.പി. എം.എൽ.എമാരെ അവിടെ നിന്ന് മാർഷൽ പുറത്താക്കി. അനന്ത് ഓജ, രാജസിംഹ, നീര യാദവ്, കിഷുൺ ദാസ്, സി.പി. സിംഗ്, കേദാർ ഹസ്ര, അപർണ സെൻഗുപ്ത, ബിരാൻജി നാരായൺ, സമറിലാൽ, നവീൻ ജയ്സ്വാൾ, ശശി ഭൂഷൺ മേത്ത, പുഷ്പ ദേവി, നാരായൺ ദാസ്, കൊച്ചെ മുണ്ട, ഭാനു പ്രതാപ് ഷാഹിയും അമിത് മണ്ഡൽ എന്നിവരാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ട എം.എൽ.എമാർ. രാവിലെ സഭ ആരംഭിച്ചപ്പോൾ വിവിധ വിഷയങ്ങളിൽ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ പ്രതികരണം എന്ന ആവശ്യം ഉന്നയിച്ച് ബി.ജെ.പി. എം.എൽ.എമാർ പ്രതിഷേധം തുടർന്നു. ജെ.എം.എം എം.എൽ.എ സുവിദ്യ സോനു പ്രതിഷേധിക്കുന്ന എം.എൽ.എമാർക്കെതിരെ നടപടിയെടുക്കാനുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചു. പിന്നാലെ സ്പീക്കർ സഭയിൽ പ്രതിഷേധിച്ച 18 എം.എൽ.എമാരെയും സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. മുഖ്യമന്ത്രിയിൽ നിന്ന് ഉത്തരം കിട്ടുന്നതുവരെ സഭ വിട്ടിറങ്ങില്ലെന്നും രാത്രി മുഴുവൻ സഭയ്ക്കുള്ളിൽ ധർണ നടത്തുമെന്നുമായിരുന്നു കഴിഞ്ഞ ദിവസം മുതൽ ബി.ജെ.പി. എം.എൽ.എമാരുടെ നിലപാട്. രാത്രി 11 മണിയോടെയാണ് ബി.ജെ.പി. എം.എൽ.എമാരെ മാർഷൽ പുറത്താക്കിയത്. എന്നാൽ അവർ നിയമസഭാ വളപ്പിൽ നിന്ന് പുറത്തിറങ്ങാൻ വിസമ്മതിക്കുകയും രാത്രി മുഴുവൻ ഇടനാഴിയിലെ തറയിൽ ഉറങ്ങുകയും രാവിലെ വീണ്ടും ധർണ നടത്തുകയുമായിരുന്നു. 5ാം ജാർഖണ്ഡ് നിയമസഭയുടെ അവസാന സമ്മേളനമാണിതെന്നും പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾ ഒഴിവാക്കാനാണ് മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നതെന്നും പ്രതിപക്ഷ എം.എൽ.എമാർ ആരോപിച്ചു. ബി.ജെ.പി. എം.എൽ.എമാരുടെ സസ്പെൻഷൻ ജാർഖണ്ഡ് നിയമസഭയുടെ കറുത്ത അധ്യായമാണെന്ന് പ്രതിപക്ഷ നേതാവും പ്രതികരിച്ചു. ഭരണകക്ഷി എം.എൽ.എ സുവിദ്യ കുമാർ സോനുവിന്റെ നിർദ്ദേശപ്രകാരമാണ് സ്പീക്കർ എല്ലാ ബി.ജെ.പി. അംഗങ്ങളെയും അസഭ്യം പറഞ്ഞ് സസ്പെൻഡ് ചെയ്തതെന്ന് അദ്ദേഹം ആരോപിച്ചു. അതേസമയം ജാർഖണ്ഡിൽ ജെ.എം.എം നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സഖ്യ സർക്കാരാണ് അധികാരത്തിൽ. ഹേമന്ത് സോറൻ ഇ.ഡി കസ്റ്റഡിയിലായതിന് പിന്നാലെ രാജിവെച്ചതിനെ തുടർന്നായിരുന്നു ചമ്പായി സോറൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. സർക്കാരിന് 41 വോട്ടായിരുന്നു ഭരണം നിലനിർത്താൻ വേണ്ടിയിരുന്നത്. രാഷ്ട്രീയ കൂറുമാറ്റങ്ങൾ ഇല്ലാതിരുന്നതിനാൽ സർക്കാർ വലിയ ആത്മവിശ്വാസത്തോടെയാണ് മുന്നോട്ടു പോയിരുന്നത്. അതിനിടയിലാണ് ബി.ജെ.പിയുടെ ഇത്തരം പൊറാട്ട് നാടകങ്ങൾ അരങ്ങേറുന്നത്.